അമ്മേ, കല്യാണി വിളിച്ചിരുന്നു. അവള് കുറച്ചു ദിവസം വരില്ല എന്ന് പറഞ്ഞേ. അവൾക്കത് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞൂടെ? എന്തിനാ നിന്നെ വിളിച്ചേ? അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു അത്രേ. എന്താണ് അവൾക്ക് പറ്റിയത്? അവളുടെ മുത്തശ്ശി എന്തോ ഹോസ്പിറ്റലാണെന്ന്. അവിടെ നിക്കണമെന്നാ പറഞ്ഞേ. ചായ. കല്യാണി ഒരു പാവം കുട്ടിയാ. ആ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവൾക്ക്. അതെ, കല്യാണിയുടെ മുത്തശ്ശിക്ക് എന്താ പറ്റേ? മുത്തശ്ശിക്കല്ലേ, കല്യാണിക്കാ പറ്റിയത്. വീണ് കാലൊടിഞ്ഞു. അയ്യോ. ഇക്കാര്യം ഇവരോട് പറഞ്ഞ ഇളയമ്മ അവൾക്ക് പകരം വേറെ കുട്ടിയെ ട്രൂപ്പിലെടുക്കും. ആ പാവത്തിന് ജോലി പോകും. തന്റെ സുഹൃത്ത് അയൽവക്കം ഒന്ന് അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണ്ടേ? പോകണം എന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ ജോലി. ഞാൻ പോകുന്നുണ്ട് കല്യാണി കാണാൻ. തനിക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വണ്ടിയിൽ വരാം. പെട്ടെന്ന് പോയിട്ട് വരാന്നേ. താൻ വാ. എന്താ കൂടെ വരാൻ പേടിയുണ്ടോ? പാതി വഴിയിൽ ഇറക്കി വിടാൻ പോകുന്നൊന്നുമില്ല. ഞാനത്ര കണ്ണീച്ചോറില്ലാത്തവനൊന്നും അല്ല. കൂടെ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മുത്തശ്ശൻ വിടുവോന്നാ സംശയം. പിന്നെ വിടാതെ. നീ ഒരു അല്പസമയം ഇവിടുന്ന് മാറിയെന്ന അത്രയും സമാധാനം എന്ന് പറയും മുത്തശ്ശൻ. അതൊക്കെ പണ്ട്. കല്യാണിയെ കാണാൻ പോവല്ലേ, മുത്തശ്ശൻ വിടുവായിരിക്കും അല്ലേ? ആ, ഉറപ്പായിട്ടും. എന്തായാലും ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. വെയിറ്റ് ചെയ്യണേ. വർഷങ്ങളായി ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം. നന്നായി കെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി. അടുത്ത കാലത്തായി ശ്രദ്ധ കുറഞ്ഞു. വേണ്ട രീതിയിൽ മെഡിസിൻ കഴിച്ചില്ല, ട്രീറ്റ്മെന്റും നടത്തിയില്ല. അതാണിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ അടുത്ത് വന്നതല്ലേ ഉള്ളൂ അച്ഛൻ. അതിനു മുന്നേ കൈവിട്ട് പോവാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാം, എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാം. എനിക്കെന്റെ അച്ഛനെ വേണം ഡോക്ടർ. കാശല്ല പ്രശ്നം, കാശ് വേണം. പക്ഷേ അതുണ്ടായതുകൊണ്ട് മാത്രം ചികിത്സ ഫലിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കാശുള്ള ഒരു അസുഖം മൂലം മരിക്കില്ലല്ലോ. നമുക്ക് നോക്കാം കുട്ടി. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവും, അത് ഞാൻ ഉറപ്പു പറയുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. മരുന്നിനു പുറമെ തന്റെ പ്രാർത്ഥനയും സാമീപ്യമൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 ദിവസത്തിനകം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നതാണ് നല്ലത്. കുട്ടി പേടിക്കണ്ട. തനിക്ക് വൈകി കിട്ടിയ നിധിയല്ലേ അച്ഛൻ. ആ നിധി നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ധൈര്യമായിട്ടിരിക്കെ. താങ്ക്സ് ഡോക്ടർ. അനുഷ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ രാഹുലിനെ വെയിറ്റ് ചെയ്യാം. ആ, ഞാൻ പെട്ടെന്ന് വരാം. പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞു മുത്തശ്ശൻ. പോവാം. ഞാൻ കല്യാണിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിന്നറിഞ്ഞാ യശോദ മുത്തശ്ശി വാളെടുക്കും. അത്രയ്ക്ക് ശത്രുതയാ യശോദ മുത്തശ്ശിയും കല്യാണിയുടെ മുത്തശ്ശിയും. ഇതിലാണോ പോകുന്നത്? അതെ, കേറ്. ഇതില് പോണ്ട, കാറിൽ പോവാം. കാറിന് ചെറിയൊരു തകരാറുണ്ട്. ഇതിന് പോയെന്താ കുഴപ്പം? രാഹുൽ എന്നാ ഇതേ പോയിക്കോ, ഞാനൊരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കോളാം. ആളുകൾ തെറ്റിദ്ധരിക്കുന്നുള്ള പേടി കൊണ്ടാണ് കേറാത്ത. താൻ എന്റെ വണ്ടിയുടെ പിറകിൽ കേറിയിട്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇനിയിപ്പൊ മറ്റുള്ളവർ പറഞ്ഞു എന്നിരിക്കട്ടെ, ആളുകൾ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചാ ഈ ലോകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആളുകൾ കൂടിപ്പോയ ചിലപ്പോ പറയും ആ ചെറുക്കനും പെണ്ണും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. പറയുന്നവര് പറയട്ടെ, നമുക്കെന്താ? തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? വാ പോവാം, വണ്ടി എടുക്ക്.
രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ. പുറകിലിരിക്കുന്നത് തന്റെ കാമുകിയ ഭാര്യയൊന്നുമല്ല. ഇത്രയും റൊമാൻസ് ഒന്നും വേണ്ട. ഭാവിയില് അങ്ങനെ ആയിക്കോടുന്നില്ലല്ലോ. അങ്ങനൊരു വിധി എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം അങ്ങനൊരു കുഴിയിൽ എന്നെ ചാടിക്കാതിരിക്കട്ടെ. നിന്നെ ചാടിക്കും മോളെ. രാഹുൽ എന്താ വരാത്തത്? എന്നെ പറ്റിക്കോ? അതെ, ഈ റോഡൊക്കെ മോശ, കുഴിയുണ്ട്. ഒന്ന് മുറുകെ പിടിച്ചോ. ആ, ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നെ പിടിക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യേട്ടാ, പിടിച്ചിരുന്ന നിനക്ക് കൊള്ളാം. കേറിപ്പോയല്ലോ എന്റെ ഭഗവാനെ. ശ്ശോ. ഏതാ ഇവള്? ഫ്രണ്ടായിരിക്കും. കൊറേ എണ്ണം ഉണ്ടല്ലോ. അല്ല, എന്തിനാ ഇവിടെ നിർത്തിയേ? ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഒരു 5 മിനിറ്റ് കണ്ടിട്ട് വേഗം പോവാം. ഓക്കെ? അതാണോ ഫ്രണ്ട്? അതെ. ഇവളിതെപ്പോ വന്നു? ചെന്ന് സംസാരിച്ചിട്ട് വാ. ഏത് നേരത്താണോ കൂടെ ഇറങ്ങാൻ തോന്നിയത്? വെറുതെ സമയം കളയ. ഹായ് അനുഷ. കൊറേ സമയമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. സോറി അനുഷ, ലേറ്റ് ആയിരുന്നു. സോറി. രാഹുൽ വന്നിട്ട് കൊറേ സമയമായി. ഞാൻ കണ്ടു. ഏതാണാ പെൺകുട്ടി? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താ രാഹുൽ ഒരു ചുറ്റിക്കളി? അത് പിന്നെ എന്താണെന്ന് പറയേ. തന്റെ ആരാ അവള്? ഇപ്പോ എന്റെ പ്രണയിനി, അടുത്ത് തന്നെ എന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. കീർത്തി എന്നവളുടെ പേര്. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് കുറച്ചു നാളായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ കീർത്തി. എന്റെ സ്വപ്നം നടക്കാൻ പോവാൻ അനുഷ. നുണയല്ലേ രാഹുൽ പറയുന്നത്? സത്യം. വിവാഹം കഴിക്കാന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ രാഹുൽ? എന്നെ അത്രമാത്രം ഇഷ്ടമാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തിനാ ആഗ്രഹം തന്നത്? ഏയ്, വിവാഹം കഴിക്കാന്നൊന്നും ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടൊന്നുമില്ല. വാക്ക് തന്നിരുന്നു, പാർട്ടിയിൽ വെച്ച്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് കീർത്തിയെ. താൻ തന്റെ അച്ഛനോടും അമ്മയോടും നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കാൻ പറ. അവനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. താൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ? കീർത്തി, രാഹുൽ തന്റെ ആരാണ്? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? എന്തിനാ പേടിക്കുന്നേ? നമ്മൾ തമ്മിലുള്ള ബന്ധം അനുഷയോട് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. എന്തിനാ കീർത്തി കള്ളം പറയുന്നത്? നീ എന്തിനാ ഇവളെ പേടിക്കുന്നേ? ഇവളിങ്ങനെ അനുഷ, ഞാനിവളും തമ്മിലുള്ള ബന്ധം തൽക്കാലം മറ്റാരും അറിയണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പേടികൊണ്ടാ പാവം അത് സമ്മതിക്കാത്തെ. രാഹുൽ, അനുഷ, നീ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഞാനും കീർത്തിയും പ്രണയത്തിലാ. ഞങ്ങൾ ഒന്നിക്കാനും തീരുമാനിച്ചു. അങ്ങനെയൊന്നുമില്ല. നുണ പറയോ? നുണയോ? അങ്ങനെയാണെങ്കിൽ ഇവൾ എന്റെ ബൈക്കിൽ കയറോ? എന്നെ ചേർന്നിരിക്കോ? കുറച്ചു മുമ്പ് പോലും ഞങ്ങൾ സംസാരിച്ചത് വിവാഹക്കാരിയാ. പേടിയാ കീർത്തിക്ക്. അതെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രാഹുൽ, ഒന്നും പറയണ്ട.
നീ ഒന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അനുഷ പോവാൻ നോക്ക്. തനിക്ക് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുമെന്ന് കരുതി. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല. താൻ എന്നെ ചതിച്ചു. ഇനി എനിക്ക് തന്നെ വേണ്ട. കുട്ടി, ഞാൻ ഒന്നും പറയണ്ട. രാഹുൽ, നീ എന്നെ നിഷ്കരണം വലിച്ചെറിഞ്ഞു. ഇതിനുള്ള ശിക്ഷ തനിക്ക് ഞാൻ തന്നിരിക്കും. അയ്യോ, എന്തൊരാശ്വാസം. രാഹുൽ, എന്താ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? വളരെ മോശമായി പോയി. അവള് കുറെയായി എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നു. അവളെ ഒഴിവാക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മുത്തശ്ശന എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. മറ്റൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലാന്ന് പറഞ്ഞ അവൾ ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞു. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാന്ന് ഒരു വാക്ക് അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾ എന്നെ മുതലെടുക്കാൻ ശ്രമിക്കുക. അവളുടെ മുന്നിൽ നാടകം കളിക്കാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലേ? അതാണല്ലോ സത്യം. പിന്നെ കല്യാണിയല്ല, കല്യാണിയുടെ മുത്തശ്ശിയാണ് ഹോസ്പിറ്റലായത്. ഞാൻ കള്ളം പറഞ്ഞതാ. ഏതായാലും ഇറങ്ങിയില്ലേ, നമുക്ക് മുത്തശ്ശിയെ കാണാം അല്ലേ? താൻ വന്ന് വണ്ടി കയറി. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ പകുതി സത്യമല്ലേ? തനിക്ക് എന്നോട് പ്രണയം ഉണ്ടല്ലോ. ഇനി ഞാൻ കൂടി അയലവെന്ന് പറഞ്ഞ പോരെ? തന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. താൻ വണ്ടി കയറി, നമുക്ക് പാട്ടും പാടി ജോളിയായിട്ട് പോവാം. വാ. ഇനി ഏതവളുടെ മുന്നിലേക്കാ കൊണ്ടുവന്നെന്ന് ആർക്കറിയാം? ഞാനില്ലേ. താൻ തന്നെ താനങ്ങ് പോയച്ചാ മതി, മരവീടൻ. അവളെ വീട്ടിൽ പോയി പൊക്കാം. ഇവിടെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വണ്ടി കയറി. ഒരു മിനിറ്റ്, ദേ ആരാ വരുന്നേന്ന് നോക്കി. ഇവളെ എവിടെ വെച്ച് പിടിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇന്ന് വരെ എന്നോട് ഒരു പെണ്ണും ഇവളെപ്പോലെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അവളെ അങ്ങനെ വിടരുത് പ്രമോദ്. പിടിച്ച് കാറി കയറ്റണം, പിന്നെയാണ് രസം. എന്തു പറ്റി സർ? ഇന്ന് മീറ്റിംഗിൽ മോശം പെർഫോമൻസ് ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. അതിങ്ങനെയായിപ്പോയി. അമ്മ എനിക്കായി കണ്ടുവച്ചത് കീർത്തിയല്ല, അഞ്ജലി എന്ന മറ്റൊരു പെൺകുട്ടിയെ. അവളുമായിട്ടാണ് എന്റെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നത്. ഈ വിവാഹം നടക്കില്ല. കീർത്തിയെ വിവാഹം കഴിക്കാനായില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ തനിച്ചു കഴിയും. പാവം കീർത്തി, അവളൊന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ എനിക്ക് അവളോട് തുറന്നു പറയണം. അവൾക്കെന്നെ ഇഷ്ടമാവാതിരിക്കില്ല, അല്ലേ സ്മിത? ഇഷ്ടാവും. സാറിനെ ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? എനിക്ക് അവളോട് സംസാരിക്കണം. വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല. ഈവനിങ് കീർത്തിയുടെ വീട്ടിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. കീർത്തിയോട് സംസാരിച്ചതിന് ശേഷം അമ്മയോടൊക്കെ തുറന്നു പറയാം. അവർക്ക് മനസ്സിലാവും. ഒന്നും തുറന്നു പറയാത്ത പ്രകൃതാണ് സാറിൻ്റെത്. തുറന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. ടെൻഷൻ ഒന്നും വേണ്ട. ഒക്കെ സാറിന്റെ മനസ്സാഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും.
എന്തിനാ കരയുന്നേ? എന്താ പേടിച്ചു പോയോ? നിന്നെ ഈ നേരത്ത് കൈ കിട്ടുമെന്ന് കരുതിയില്ല. നല്ല സമയത്താ മുന്നിൽ വന്ന് ചാടിയത്. അവസരം കിട്ടിയിട്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ മോളെ. ഇവളെ പിടിച്ച് കാറി കേട്ടടാ. ഇങ്ങോട്ട് വാടി. രാഹുൽ. അതെ, രാഹുൽ രവീന്ദ്രൻ. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചത് ഫൗൾ. ചുവപ്പ് കാർഡ് കിട്ടേണ്ട ഫൗൾ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണോടാ? രാഹുൽ, താൻ ഇതിൽ ഇടപെടണ്ട. കളിക്കാതെ പോവാൻ നോക്ക്. കളിക്കൂടാ. ഫുട്ബോള് മാത്രമല്ല, പുറത്ത് ഫൗൾ ചെയ്യുന്നവനെയും വിടില്ല രാഹുല്. നീ പരിസരത്ത് കണ്ടുവരുത്. എങ്ങനെയുണ്ട് എന്റെ ഹീറോയിസം? ഞാൻ പ്രതീക്ഷിച്ചില്ല രാഹുൽ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന. താങ്ക്സ്. അതല്ലേ ഹീറോയിസം. സോറി. എന്തിന്? ഹൃദയമില്ലാത്തവനാണെന്ന് തെറ്റിദ്ധരിച്ചതിന്. അയ്യോ, കയ്യില് ചോര. ശ്ശോ, നല്ല മുറിവുണ്ടല്ലോ. നിന്നോടുള്ള കണക്ക് തീർന്നടാ. രാഹുൽ
വേണ്ട. രാഹുൽ, രാഹുൽ, അയ്യോ, രാഹുൽ, രാഹുൽ, രാഹുൽ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഒരു ടാക്സി വിളിക്കോ? രാഹുൽ, 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 കണ്ണു തുറക്ക് രാഹുൽ, രാഹുൽ, കണ്ണു തുറക്കാൻ രാഹുൽ.